ബാലൻ ദ ബോയ്. ഇതിൽ അമ്മയും മകനും ആരാണ്? അതാണ് ഏറ്റവും വലിയ ചോദ്യം. സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിരിക്കുന്ന ചോദ്യം അത് തന്നെയാണ്. അതിനു മുമ്പ് ഈ ബാലൻ ദ ബോയ് എന്ന് പറഞ്ഞ സിനിമ ചിദംബരം എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആണ്. ചിദംബരത്തിൻ്റെ മൂന്നാമത്തെ സിനിമയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് മുമ്പുള്ള സിനിമകളായ ജാനേമൻ ആയാലും മഞ്ഞുമൽ ബോയ്സ് ആയാലും രണ്ട് ജേണലിലായിരുന്നു, ഗംഭീര സിനിമകളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. അതിലുപരിയായി ജിത്തു മാധവൻ്റെ കഥ, ആവേശത്തിന് ശേഷം ജിത്തു മാധവൻ്റെ കഥ, കൂടാതെ വിവേകാഷിൻ്റെ എഡിറ്റിങ്, സുഷിം ശ്യാമിൻ്റെ മ്യൂസിക്, അജയൻ ശാലിശ്ശേരിയുടെ ആർട്ട് വർക്ക്, അങ്ങനെ വലിയൊരു ക്രൂ ഉണ്ട്. അതിലുപരിയായിട്ട് ബാലൻ എന്ന് പറഞ്ഞ ട്രെയിലർ റിലീസായിരിക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചതും നമ്മൾ ഏറ്റവും കൂടുതൽ തെരഞ്ഞു പിടിക്കാൻ പോയതും ഈ രണ്ട് കഥാപാത്രങ്ങളെയാണ്. ബാലൻ എന്ന് പറഞ്ഞ കഥാപാത്രവും ബാലൻ്റെ അമ്മയുടെ കഥാപാത്രം ചെയ്ത വ്യക്തിയും. ഈ രണ്ടുപേരെ പറ്റിയാണ്. അതെ, ബാലൻ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തത് ആദിശേഷൻ എന്ന് പറഞ്ഞ കുട്ടിയാണ്. അതുപോലെ ബാലൻ്റെ അമ്മയുടെ കഥാപാത്രം ചെയ്തത് ഫർസാന പലതിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഈ ഫർസാന വെറുമൊരു വ്യക്തി എന്നതിലുപരിയായിട്ട് ഓട്ടിസം ബാധിച്ച കുട്ടികളെ തെറാപ്പിസ്റ്റാണ്. അതുപോലെ പുള്ളിക്കാരത്തി ഡാൻസറാണ്, പോയിട്രി ചെയ്യും, അങ്ങനെ ഒരു മൾട്ടി ടാലൻ്റായിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ അഭിനയം എന്നുള്ളത് ആഗ്രഹമായിട്ട് വന്ന് അങ്ങനെ ഈ പറഞ്ഞ പോലെ ബാലൻ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വന്നതാണ്. ആ ഒരു പെർഫോമൻസ് ആ ഒരു ട്രെയിലർ തന്നെ കാഴ്ചവെച്ചാണ്. അതായത് സിനിമയിലുടനീളം ഗംഭീര പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നുള്ളതാണ്. എന്നാൽ ഈ ബാലൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കാൻ പോകുന്ന ആ ഒരു കുട്ടി തന്നെയായിരിക്കും. ആദിശേഷൻ എന്ന് പറഞ്ഞ കുട്ടി തന്നെയായിരിക്കും. കൊറിയൻ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കൊച്ചു കുട്ടികളുടെയൊക്കെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഉപരിയായിട്ടുള്ള പെർഫോമൻസാണ്. അതേ പെർഫോമൻസാണ് ഈ ഒരു ട്രെയിലറിൽ കൂടി ബാലൻ എന്ന് പറഞ്ഞ കഥാപാത്രം കാഴ്ച. കാരണം ക്ലോസ് ഷോട്ടൊക്കെ എടുക്കുമ്പോൾ അത്രയ്ക്ക് ഗംഭീരമായിട്ടുണ്ട്. ഒരു ചെറിയ കുട്ടി കാണിക്കുന്ന കണ്ണുകൾ കൂടി കാണിക്കുന്ന വിസ്മയമുണ്ട്. അതെന്തായാലും ബാലൻ എന്ന് പറഞ്ഞ സിനിമയുടെ കീ ഫാക്ടർ ആയിരിക്കും. ബാലൻ തന്നെയാണ് ഈ ബാലൻ എന്ന് പറഞ്ഞ സിനിമയുടെ കീ ഫാക്ടർ എന്ന് പറയുന്നത്. അതുപോലെ ഈ സിനിമ എന്താണ്, ഡാർക്കാണോ, റിവെഞ്ചാണോ, ത്രില്ലറാണോ എന്നുള്ളത് ഒന്നും വ്യക്തമാക്കുന്നില്ല. എന്തോ ഒരു സംഭവം ഇതിലുണ്ട് എന്നുള്ളത് ട്രെയിലർ കാണുന്നുണ്ട്. അതുതന്നെ ഓഡിയൻസിനെ ഏറ്റവും കൂടുതൽ പിടിച്ചു വെക്കുന്ന സംഭവം എന്ന് പറയുന്നത്. അപ്പം ജൂൺ 19 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ആ രണ്ടുപേരുടെ പെർഫോമൻസിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ചിദംബരത്തിൻ്റെ മൂന്നാം സിനിമ എങ്ങനെയുള്ളതാകും എന്നുള്ളതും കൂടിയാണ് എല്ലാവരുടെയും ആകാംക്ഷ എന്ന് പറയുന്നത്.